ഹായ്, എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കുന്നൊരു വെറൈറ്റി ദോശയാണ് കേട്ടോ. ഒരു ചുമന്ന കളറിൽ ദോശ ഉണ്ടാക്കുന്ന വെച്ചാൽ എല്ലാ അമ്മമാർക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. അപ്പോൾ എന്നും നമ്മുടെ മക്കൾക്ക് നല്ല ഫുഡ് കൊടുക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വെറൈറ്റി ദോശകളാണെങ്കിൽ പല കളർ വെള്ള കഴിച്ച് മക്കൾക്ക് മടുക്കുമ്പോൾ നമ്മളൊന്ന് കളറ് മാറ്റി കൊടുക്കും. അപ്പോൾ ദോശ വേണ്ടാന്ന് പറഞ്ഞ് മടുത്ത് എന്ന് തോന്നുന്ന സമയമാകുമ്പോൾ നമ്മൾ ഈ ദോശയുടെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇഡ്ഡലിക്ക് ചെയ്യാം, ദോശക്ക് ചെയ്യാം, എല്ലാ ഫുഡിനും നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. പക്ഷെ അതൊരിക്കലും കളറായിരിക്കരുത്, നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കുന്ന കളറായിരിക്കണം. ഹായ്, ഞാൻ ഐഷ ഷംസ്, ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. എന്നാലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് കടക്കാം. സാധാരണ അരി വെള്ളത്തിലിട്ടപ്പോൾ അരി മുഴുവൻ വെള്ളത്തിലിട്ട് ആട്ടിയുടെ വെച്ചിട്ട് ഞാൻ ഇഡ്ഡലിക്കും ദോശക്കും വേറെ ബൗളിൻ്റെ അകത്താണ് ആട്ടി വെക്കാറ് കേട്ടോ. അപ്പം ആ മാവിനകത്ത് എനിക്ക് ഇന്നലെ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ തോന്നി ഇന്നൊരു വെറൈറ്റി ദോശ ഉണ്ടാക്കിയാലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെറൈറ്റി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അതിനകത്തേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങി കേട്ടോ. വളരെ ആകെ 8-10 മിനിറ്റ് മതി ആകെ ശരിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പാത്രത്തിൽ ചെറിയ ഉള്ളി ചെറുതാക്കി എരിഞ്ഞ് വെച്ച് തക്കാളി കരിവേപ്പിലേക്ക് എടുത്തുകൊണ്ട് അതിനകത്തേക്ക് വേറെ അരിഞ്ഞ് മാറ്റി വെക്കണം കേട്ടോ. ഇതേപോലെ അത് അരിഞ്ഞ് മാറ്റി വെക്കണം. പിന്നെ വേറൊരു അടുപ്പത്തേക്ക് ഞാൻ എന്ത് ചെയ്ത് ദോശയിലേക്ക് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് 2 തക്കാളി എടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ 4 കാശ്മീരി ചില്ലി എടുത്തത്. കാശ്മീരി പൊടിയല്ല, കാശ്മീരി ചില്ലി. എന്നിട്ട് അതിനകത്ത് കുറച്ച് പച്ചവെള്ളം ആഡ് ചെയ്തിട്ട് അടുപ്പിലേക്ക് വെച്ച് നല്ലോണം തിളച്ചിട്ട് ഈ തക്കാളി ഈ ചില്ലി നല്ലോണം വേവണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് നല്ലോണം വെന്തതിന് ശേഷം മിക്സിയിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് അടിച്ച് മാവിനകത്തേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കൊരു ദോശ ചുടാൻ നോക്കാം എങ്ങനെയാണ്. അപ്പോൾ അത് മാവിനകത്തേക്ക് ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കണം കേട്ടോ. അപ്പം മാവ് നല്ല റെഡ് കളറായിട്ടുണ്ടാവും, ആ തക്കാളിയുടെ ചില്ലിയുടെയൊക്കെ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്കൊരു ദോശ ചുടാൻ നോക്കാം. എന്നിട്ട് മാവ് നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതുണ്ടോ ഇങ്ങനെ നന്നായിട്ട് ഇതാക്കിയെടുക്കാം. പക്ഷെ ഇനിയും വലുതാക്കാം, പക്ഷെ ഞാൻ വലുതാക്കിയിട്ടില്ല, ഇത്ര മതി എന്ന് വിചാരിച്ചിട്ടാണ് ആക്കിയത് കേട്ടോ. ഇനി വലുതാക്കണമെങ്കിൽ ഇത്ര മാത്രം മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, കരിവേപ്പില, തക്കാളി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. ഒരു പൂക്കളിട്ട പോലെ ഉണ്ടാവും, നമുക്ക് ഓണത്തിന് പൂക്കളിട്ട പോലെ നല്ല രസം ഉണ്ടാവും ആ ദോശ ഇങ്ങനെ കാണാൻ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നല്ല നെയ്യ് ഉണ്ടാകില്ല, ആ നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒന്നിങ്ങനെ ചുറ്റും. എന്നിട്ട് ഈ നെയ്യ് ഇങ്ങനെ തട്ടുന്ന സമയത്ത് റബ്ബേ ഒരു നല്ലൊരു മണം ഇങ്ങ് വരും കേട്ടോ. ആ ഉള്ളിയുടെ കരിവേപ്പിലയുടെയൊക്കെ ഒരു മണം ഉണ്ട് കിട്ടാൻ. അതിനകത്ത് കിടന്നിങ്ങനെ ഞെരിഞ്ഞ് വേവണം കേട്ടതാ. ഈ നെയ്യിനകത്ത് കിടന്ന് നല്ല നെയ്യാണ്. നല്ല നെയ്യിനകത്ത് കൊളസ്ട്രോൾ ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ നല്ല നെയ്യ് ഇങ്ങനെ തൂക്കിയിട്ട് ഇതുണ്ടോ ഇങ്ങനെ ആദ്യം ചുറ്റും നടുവിൽ തൂക്കി കൊടുക്കണം, പിന്നെ ചുറ്റും തൂക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിനകത്ത് കിടന്നാൽ മുരിഞ്ഞ് വന്നിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് ഇതായിട്ട് വരട്ടെ. അപ്പോൾ ചെറിയ ഉള്ളി നിങ്ങൾക്കറിയില്ല, നെയ്യിലും നല്ല മണമുള്ള ഉള്ളിയാണല്ലോ. അപ്പം നെയ്യിലും കൂടി മൂപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ആ അപ്പത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ പിടികിട്ടില്ലേ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകും ഈ അപ്പത്തിന്. അപ്പം ഇങ്ങനെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചട്നി ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു ഓൾറെഡി. ചട്നി ഇതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, കാശ്മീരി ചില്ലിയുടെ തക്കാളിയുടെ ബാലൻസ് ഉണ്ടാകുമല്ലോ, അതിനകത്തേക്ക് ഞാൻ തേങ്ങ ഉള്ളിയൊക്കെ ഇട്ടങ്ങാണ്ട് അരച്ചട റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതും താളിച്ചൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല, വീഡിയോയിൽ ഇട്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ ദോശപ്പുറം ഇതാക്കിയിടണം കേട്ടോ, മറച്ചിടരുത് കേട്ടോ. ദോശ ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഒന്ന് അങ്ങനെ മടങ്ങിയിട്ട് ഒന്ന് ഞെരിഞ്ഞ് വരട്ടെ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് എടുക്കരുത്. അതിനകത്ത് കിടന്ന് ഞെരിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഇങ്ങനെ വരും. കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. നമ്മൾ
അടുപ്പിക്കുന്ന ആ മണം 10 വീടിൻ്റെ അപ്പുറത്തോട്ട് പോകും മണം. അത്രയ്ക്ക് നല്ല മണമാണ് ഈ ദോശയ്ക്ക്. ഇങ്ങനൊരു ദോശ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കണം കേട്ടോ, മറക്കരുത്. ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എന്നിട്ട് ഇതുപോലെ വെറൈറ്റി ദോശകൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇത് ടിഫിനാക്കി കൊടുത്തയക്കരുത് കേട്ടോ. ദോശ ടിഫിനാക്കി കൊടുത്തയക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ കഴിയില്ല. ദോശയൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചൂടോടുകൂടി ഉണ്ടാക്കണം, നമ്മളതിന് ചൂടോടി കഴിക്കുക. ഇഡ്ഡലിക്ക് ദോശയ്ക്ക് ആട്ടുമ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി ഇഡ്ഡലി. ഇനി ഈ മാവ് വെച്ച് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം, കളർഫുള്ളായിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് കളർഫുള്ളാക്കി ഉണ്ടാക്കാം. പിന്നെ ബീട്രൂട്ടിൻ്റെ കളർ വേണം, ആ കളർ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഓക്കെ, ബൈ, താങ്ക് യു.